ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ പോലും അച്ഛൻ പോയി എന്നുള്ളൊരു വാർത്ത നിങ്ങൾ തന്നെ പലരും ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന് അടിയിൽ വന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞപ്പം നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് അന്ന് മരണപ്പെടുന്നതിൻ്റെ അന്നും വൈകിട്ട് കോൾ വിളിക്കുകയും അമ്മയും മൃദുലയായിട്ട് അന്ന് 12 മണി വരെയും വീഡിയോ കോൾ ചെയ്ത അച്ഛൻ പിറ്റേന്ന് നാളെ തൊട്ടില്ല എന്നുള്ളൊരു വാർത്ത, അതൊന്നും നമുക്ക് ഈ ഒരു നിമിഷം വരെ ഉൾക്കൊള്ളാനായിട്ട് മനസ്സുകൊണ്ട് ഇവരിട്ടും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ വയ്യാതെ കിടന്നൊരു വ്യക്തിയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അത് ഉൾക്കൊള്ളാം. വയ്യാതെ കിടന്നിരുന്ന ഒരാളാണ്. ഇതിപ്പം നല്ലോണം ഇരുന്നൊരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ല എന്ന് പറയുമ്പം അത് എനിക്കും എവക്കും അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാത്തിനും. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമോ, എല്ലാ കാര്യത്തിനും താങ്ങും തണലായിട്ട് നിന്നിരുന്നൊരു ആളാണ് അച്ഛൻ. അപ്പോൾ നമുക്കെന്നും അതൊരു എന്തു പറയുന്നേ നഷ്ടമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അതൊക്കെ ചെറുതായി പോകും. കാരണം അത്രയ്ക്കും എൻ്റെ അത്രയ്ക്കും ഡൗൺ സൈഡിൽ എൻ്റെ കൂടെ ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ട് ഓൾ ഇൻ ഓളായിട്ട് നിന്നൊരാളാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു സത്യം പറയാനില്ല, എന്തോ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, അച്ഛൻ എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട് കുറേ പേര് അതായത് ബുദ്ധിമുട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. അപ്പോൾ അത്ര ആരോഗ്യമായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് അച്ഛൻ മരിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് പേർക്ക് എന്താണ് അച്ഛന് പറ്റിയെന്ന് അറിയണമെന്നുള്ള ഇതുണ്ട്. അത് മാത്രമല്ല കുറേ വീഡിയോയിൽ എന്തിനാണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയത്തില്ല, പലരും പലതാണ് പറയണത്. എന്താണ് സത്യമെന്ന് പോലും അറിയാതെ വെറുതെ വായി വന്നത് വിളിച്ച് പറഞ്ഞ് വീഡിയോ ആക്കുന്ന കുറേ ആൾക്കാർ. അപ്പം അതിനൊക്കെ ഒരു ക്ലാരിറ്റി. 14-ാം തീയതിയാണ് അച്ഛൻ മരണപ്പെടുന്നത്. 14-ാം തീയതി വെളുപ്പിനെയാണ്. അച്ഛനെ എല്ലാവരും വീഡിയോയിൽ കാണുമ്പോൾ അച്ഛൻ വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അച്ഛന് 9 വർഷം മുമ്പ് ഒരു തവണ അറ്റാക്ക് വന്നിട്ടുള്ളതാണ്. 9 വർഷം മുമ്പ്. എനിക്ക് അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്നേഹിക്കുന്ന സമയത്താണ് മൃദുല എൻ്റെ അടുത്ത് പറയണേ. അത് ഗൾഫിൽ വെച്ചിട്ടായിരുന്നു. അച്ഛൻ പുറത്ത് ഡ്രൈവറായിരുന്നു, പുറത്ത് ഹെവി ഡ്രൈവറായിരുന്നു പുറത്ത്. അപ്പം അച്ഛൻ ഏതാണ്ട് എത്ര കൊല്ലം ഗൾഫിലായിരുന്നു? 4 പഠിക്കുമ്പോൾ പോയതാ. പിന്നെ ചേച്ചി ഡെലിവറി സമയത്താണ് വരുന്നത്, ചേച്ചിയുടെ ഫസ്റ്റ് ഡെലിവറി സമയത്ത്. ഇത് ഫുള്ള് ഗൾഫിൽ വെച്ചായിരുന്നു. അന്ന് അറ്റാക്ക് വന്ന സമയത്ത് ഫുള്ള് ഗൾഫിലായിരുന്നു. മറ്റേ 2 സ്റ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലോക്കിന്റെ. അത് അച്ഛൻ ഇന്ന് ഉച്ചയ്ക്ക് മറ്റേ ലിവിഗ്രിൽ എന്ന് പറഞ്ഞൊരു ഗുളിക കഴിക്കുമായിരുന്നു, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് മുടങ്ങാതെ. പിന്നെ അച്ഛന് ഷുഗർ